ഹല്ലേലൂയ. യേശു വിശ്വാസത്തിന്റെ ഉറവിടമാ. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുവീൻ. യേശു ക്രിസ്തു വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മിൽ വിശ്വാസം ഉളവാക്കിയത് യേശുവാണ്. അല്ലെങ്കിൽ അതേ പൂർത്തീകരിക്കുന്നവനാണ്, പൂർത്തി വരുത്തുന്നവനാണെന്ന് പറഞ്ഞാൽ യേശു ആരംഭിക്കുന്നു, യേശു അവസാനിപ്പിക്കുന്നു. അവൻ പൂർത്തി വരുത്തുന്നവനാണ്. അല്ലെങ്കിൽ പോകട്ടെ മുൻപോട്ട്. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും വിശ്വാസം എന്താണെന്നല്ലേ. ആശിക്കുന്നതിന് അല്ലേ? പറഞ്ഞോ കാണാത്ത കാര്യത്തിന് ഞാൻ അതിനകത്ത് ഒരു സെന്റൻസ് പറഞ്ഞങ്ങ് പോവുകയാണ്. വിശ്വാസം കൂടാതെ ഒന്നും ആശിക്കാൻ പറ്റത്തില്ല. ഒരു ഭക്തൻ എന്തെങ്കിലും ആശിക്കണോ ബൗച്ച, വിശ്വാസം കൂടാതെ ആശിക്കാൻ പറ്റത്തില്ല. അവൻ എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ആശിക്കുന്നതിന് ഒരു അവകാശവുമില്ല. പറഞ്ഞു മനസ്സിലായോ? വിശ്വാസം കൂടാതെ ആശിക്കാൻ പറ്റത്തില്ല. ഇനി വിശ്വാസം കൂടാതെ സാറെ ആശ്വസിച്ച ഒന്നിട്ട് കിട്ടത്തുമില്ല. മനസ്സിലായോ? ശിവനധികാരമുള്ള നാമത്തിൽ ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ ഈ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അതിനകത്ത് 2 തലങ്ങളുണ്ട്. ഒന്ന് നാം ആശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ, വരുന്നതാ, കാണുന്നതാ, അതാ ആശിക്കുന്നത്. രണ്ടാമത് കാണാത്തത്. ഇത് രണ്ടും വാഗ്ദത്തങ്ങളാണ്. ഇത് രണ്ടും എന്താ? വാഗ്ദത്തങ്ങളാ. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഇത് രണ്ടും എന്താ? വാഗ്ദത്തങ്ങളാ. വിശ്വാസം ഈ വാഗ്ദത്തങ്ങളിൽ സംശയിക്കാതെ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. ഈ വാഗ്ദത്തങ്ങൾ നമ്മളെന്ത് ചെയ്യണം? ആശിച്ച് വിശ്വസിക്കണം. അത് നമുക്ക് ഉറപ്പായി ലഭിക്കും. ഡേവിഡ് യോങ്ങിച്ചോയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ശുശ്രൂഷ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ റൂമിൽ ദേവദാസന്മാരെ ഒരു ടേബിളില്ല. അദ്ദേഹം ആ ടേബിളിനെ വിശ്വാസത്തിൽ ഗർഭം ധരിച്ചു. ഡേവിഡ് യോങ്ങിച്ചോയോട് ചോദിച്ചു, പാസ്റ്റർ എന്നെ അങ്ങനെ പറഞ്ഞത്? മേശയെ ഞാൻ വിശ്വാസത്തിൽ ഗർഭം ധരിച്ചു എന്ന് പറയാൻ കാരണം? അതിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു, ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ആ കുഞ്ഞ് പുറത്തു വരും. 10 മാസം അത് കാലസമയമുണ്ട്. സ്വത്രം അത് വിവരിക്കുന്നില്ല. ആ സമയമാകുമ്പോൾ അത് പുറത്തു വരും. അതുപോലെ എൻ്റെ വിശ്വാസം, ഹല്ലേലൂയ, ഞാൻ കാണാത്തതിനെ വിശ്വസിക്കുകയാണ്. കുറച്ചു നാൾ കഴിയുമ്പോൾ അത് ഈ ഭൂമിയിലേക്ക് വരും. അല്ലെ പറയട്ടെ, അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് 10 മാസം എടുത്തില്ല സഹോദരങ്ങളെ. അല്ലെങ്കിൽ 10 ദിവസം എടുത്തില്ല, 10 മണിക്കൂർ എടുത്തില്ല. അടുത്ത നിമിഷം തന്നെ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയാണ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. മറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നവനെ അനുഗ്രഹിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഇന്ന് രാത്രി എത്ര പേര് അല്ലെങ്കിൽ ചില രഹസ്യങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയാം, നിന്റെ പുറത്തു കൊണ്ടുവരാൻ പോകുക അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. നീ സഹോദരി, നീ വീട്ടിലിരുന്നോണ്ട് എത്ര നാൾ പ്രാർത്ഥിക്കുക, എന്റെ ഈ അവസ്ഥയ്ക്കൊന്ന് മാറ്റം വരണമെന്ന്. ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുക, നിന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരാൻ പോവുക.